ഇത് നമുക്ക് ചേരുന്ന സാധനമല്ല. പക്ഷെ ഇത് വെച്ച് കളിച്ച് ഘോഷയാത്ര പോലെ ജയങ്ങൾ നേടിയ ഒരാൾ നമ്മുടെ ഒപ്പമുണ്ട്. ആളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് ദേവവ്രതൻ, SVPMHS വടക്കുംതല. എത്ര നാളായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? ഞാൻ അപ്പം തുടർച്ചയായി 3 വർഷം, ഇത് 3ാമത്തെ വർഷം. മുന്നത്തെ വർഷങ്ങളിൽ കഴിഞ്ഞ 2 വർഷം എ ഗ്രേഡ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഓട്ടംതുള്ളലിലേക്ക് ഒക്കെ എത്തിയത്? ആദ്യം കഥകളി പഠിച്ചാൽ ഞാൻ ഈ കലയിലോട്ട് വന്നത്. ഒരു 10 വർഷമായിട്ട് ഞാൻ കഥകളി പഠിക്കുന്നുണ്ട്. എൻ്റെ അമ്മ PhD എടുത്ത വിഷയം കഥകളിയാണ്. അപ്പോൾ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഈ കലകളെയും കഥകളിയും ഓട്ടംതുള്ളൽ അതുപോലത്തെ കലകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കലയിലോട്ട് ഞാൻ വന്നത്. ദേവവ്രതൻ്റെ അമ്മയ്ക്ക് ആട്ടകഥാ സാഹിത്യത്തിലാണ് PhD ഉള്ളത്. ദേവവ്രതനെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെയാണ് അമ്മ PhD ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ അന്നത്തെ തന്നെ ആഗ്രഹമായിരുന്നു മകനെ ഒരു കലാകാരനാക്കണം എന്നുള്ളത്. എനിക്ക് തന്നെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റിയില്ല. മകനിലൂടെ ആ ആഗ്രഹം സാധിക്കുകയാണ് ഞാനിപ്പോൾ. അതിൽ വളരെയേറെ സന്തോഷവുമുണ്ട്. അവൻ അതിൽ നിലനിൽക്കുന്നതുകൊണ്ട് അത് കലാരംഗത്ത് പ്രാവർത്തികമാക്കുന്നതുകൊണ്ടും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി വടക്കുംതല SVPMHS നിന്ന് എ ഗ്രേഡ് നേടിയ 2 വർഷവും ഈ വർഷവും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ദേവവ്രതൻ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കലാപാരമ്പര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ ആട്ടക്കഥാ സാഹിത്യത്തിൽ കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടം, രാമായണാട്ടം, രംഗകലാധിഷ്ഠിതമായ പഠനം എന്ന വിഷയത്തിൽ കേരള സർവകലാശാലയിൽ നിന്നും PhD നേടിയ ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിൻപറ്റിയാണ് ദേവവ്രതനും ഈ രംഗത്തേക്ക് ഒരു കലാവാസന രൂപപ്പെട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു